ഇലാഹിയുടെ ഭൗതിക ശരീരം ഇപ്പോൾ ഖബറടക്കത്തിനായി എടുക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ മഞ്ചലിൽ അമീർ ഇലാഹിയുടെ ഭൗതിക ശരീരം ഖബറടക്കത്തിനായി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാട്ടാനാക്രമണത്തിൽ ഇന്നലെ 3:30 കൊല്ലപ്പെട്ട അമീർ ഇലാഹി ഒരു നാടിന് നൊമ്പരമായി മാറുകയാണ്. 60ഓളം കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഈ മുള്ളരിങ്ങാട് ഇടുക്കി പ്രദേശത്തുള്ളൂ. ആ പ്രദേശത്തെ മനുഷ്യർ 23 വയസ്സായിരുന്നു അമീർ ഇലാഹിക്ക്. ഇന്നലെ 3:30 അമീർ ഇലാഹി സുഹൃത്ത് മൻസൂറും ചേർന്ന് പശുവിനെ അഴിക്കാൻ തേക്കിൻകാട്ടിലേക്ക് പോയപ്പോഴാണ് 2 കാട്ടാനകൾ പാഞ്ഞെടുത്ത് അമീർ ഇലാഹിയെ കൊലപ്പെടുത്തുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി മാറി. ഒരു മാസത്തിനിടയിലെ 3ാമത്തെ ഇടുക്കിയിലെ കൊലപാതകമാണ്. ഒരു വർഷത്തിനിടയിൽ 7ാമത്തെ ആന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ജീവനാണ് അമീർ ഇലാഹിയുടേത്. അമീർ ഇലാഹിയുടെ മരണം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കോതമംഗലത്ത് മാച്ചേരിയിൽ എൽദോസ് മരിച്ചതുപോലെ മുള്ളരിങ്ങാട് അമീർ ഇലാഹി മരിക്കുമ്പോൾ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ പ്രതിഷേധിക്കാൻ പോലും ത്രാണിയില്ലാത്തൊരു കൂട്ടം മനുഷ്യരാണ് പാവം അവിടെ ജീവിക്കുന്നത്. അവർ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. അവർക്ക് അങ്ങനെ പ്രതിഷേധിച്ച് വലിയ ശീലങ്ങളും ഇല്ലാത്ത മനുഷ്യരാണ്, സാധാരണക്കാരായ മനുഷ്യർ, അവിടെ മനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ. അവരോടാണ് ഈ അനാസ്ഥ മൂലം ഈ ക്രൂരത കാട്ടുന്നത്. ഇപ്പോൾ സന്ദീപ് രാജാക്കാടുണ്ട്. സന്ദീപ് രാജാക്കാട്, എത്ര ദൂരമുണ്ട് പള്ളിയിലേക്ക്? അമീർ ഇലാഹിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദീപക്, ക്ഷമിക്കണം സന്ദീപ്. ഡോക്ടർ അരുൺകുമാർ, ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത്. ഒരു 100-200 മീറ്റർ മാത്രമാണ് ഈ പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് മൃതദേഹവുമായിട്ട് പോകുന്നത്. സംസ്കാര ചടങ്ങുകൾ അവിടെയാണ് നടത്തുക. പള്ളിയിലും ചെറിയ പ്രാർത്ഥനയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്, ഖബറടക്കം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു നാടാകെ കണ്ണീരോടെ വിട നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്ര കണ്ട് വലിയ ഒരു നാട്, ഇവിടെ നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മൾ പോലും ഇവിടെ നിന്നാൽ കണ്ണീരണിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയധികം കൂട്ടായ്മയിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേൾക്കുകയും ചെയ്തിരുന്നു. അവർക്ക് ഇതൊരു തീരാ നഷ്ടം തന്നെയാണ് അവർ കണക്കാക്കുന്നത്, തിരിച്ചു കിട്ടാത്ത ഒരു നഷ്ടം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അധികൃതരുടെ അവഗണന, അതിൽ നിന്നുണ്ടായ ഒരു മനുഷ്യജീവൻ നഷ്ടമായി എന്നുള്ളത് നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും.